Hi students. In this chapter, in the first part, I talked to you about linkage, and in this part deals with crossing over and recombination. Linkage എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞായിരുന്നു. ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് ജീൻസ് ടു സ്റ്റേ ടുഗദർ ഡ്യൂറിങ് ഹെറിഡിറ്ററി ട്രാൻസ്മിഷൻ. ആ ഒരുമിച്ച് നിൽക്കുന്നതിനുള്ള ടെൻഡൻസിക്കാണ് ലിങ്കേജ് എന്ന് പറയുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ടേം ആയിട്ട് വരും ഈ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ലെറ്റ്സ് ഗോ ടു ദ സ്ലൈഡ്സ്. ക്രോസിംഗ് ഓവർ അതിൻ്റെ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ the tendency of genes to enter the gametes in combinations other than the parental type is known as crossing over. ഇപ്പോൾ ലിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് നിൽക്കാനുള്ള ടെൻഡൻസി ആണെന്നുണ്ടെങ്കിൽ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടെൻഡൻസി ടു എൻ്റർ ദ ഗാമേറ്റ്സ് ഇൻ ന്യൂ കോമ്പിനേഷൻസ്. പാരൻ്റൽ കോമ്പിനേഷൻസ് അല്ലാതെ ഒരു പുതിയ കോമ്പിനേഷനിൽ ഗാമേറ്റ്സിലേക്ക് എൻ്റർ ചെയ്യാനും നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യാനുമുള്ള ജീൻസിൻ്റെ ആ ടെൻഡൻസിക്കാണ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ക്രോസിംഗ് ഓവർ ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് ദ മ്യൂച്വൽ എക്സ്ചേഞ്ച് ഓഫ് സിഗ്മെൻറ്റ്സ് ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് റിസൾട്ടിങ് ഇൻ റീകോമ്പിനേഷൻ ഓഫ് ജീൻസ്. ഇപ്പോൾ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത് അത് നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് തമ്മിൽ ക്രോമോസോമൽ സിഗ്മെൻറ്റ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. അങ്ങനെയും നമ്മൾക്ക് സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ജീൻസിൻ്റെ പുതിയ കോമ്പിനേഷൻസ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിതിന് റീകോമ്പിനേഷൻ എന്നും പറയുന്നത്. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള റീകോമ്പിനേഷൻസ് അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ക്രോസിംഗ് ഓവേഴ്സാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് സെൽസ് ഇൻ വിച്ച് crossing over takes place. There are two kinds of crossing over, that is meiotic crossing over and mitotic crossing over. Meiotic crossing over, the title itself means it occurs in reproductive cells or the germinal cells. Germinal cells അല്ലെങ്കിൽ മിയോട്ടിക് സെൽസിൽ മിയോസിസിൻ്റെ സമയത്ത് നടക്കുന്ന ക്രോസിംഗ് ഓവറിനാണ് മിയോട്ടിക് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ഗോട്ട് ജനറ്റിക് സിഗ്നിഫിക്കൻസ്. മിയോസിസിൻ്റെ സമയത്ത് നടക്കുന്ന ക്രോസിംഗ് ഓവർ ആയതുകൊണ്ട് തന്നെ അതിന് ജനറ്റിക് സിഗ്നിഫിക്കൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ക്രിയേറ്റ് ന്യൂ വേരിയൻസ് ഓർ ന്യൂ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് വിത്ത് ന്യൂ ക്യാരക്ടേഴ്സ്, പുതിയ ക്യാരക്ടേഴ്സുള്ള ഇൻഡിവിജ്വൽസ് ഫോം ചെയ്യുന്നതിനും എല്ലാം ഇത് മിയോട്ടിക് ക്രോസിംഗ് ഓവർ കാരണമായി തീരുന്നു. ദ അതർ വൺ ഈസ് മൈറ്റോട്ടിക് ക്രോസിംഗ് ഓവർ. ഇറ്റ് ഒക്കേഴ്സ് ഇൻ സൊമാറ്റിക് സെൽസ് ആൻഡ് ഇറ്റ് ഹാസ് നോ ജനറ്റിക് സിഗ്നിഫിക്കൻസ്. മൈറ്റോട്ടിക് ക്രോസിംഗ് ഓവർ നടക്കുന്നത് മൈറ്റോട്ടിക് സെൽസ് അല്ലെങ്കിൽ സൊമാറ്റിക് സെൽസിനാണ്. അത് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നില്ല. സൊമാറ്റിക് സെൽസിൽ നടക്കുന്ന റീകോമ്പിനേഷൻസ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ദർ ഈസ് നോ ജനറ്റിക് സിഗ്നിഫിക്കൻസ് ഫോർ ദിസ് മൈറ്റോട്ടിക് ക്രോസിംഗ് ഓവർ. ദെൻ ഹൗ ദിസ് ക്രോസിംഗ് ഓവർ ഒക്കേഴ്സ് ആൻഡ് മെക്കാനിസം ഓഫ് ക്രോസിംഗ് ഓവർ. നമ്മൾ ലാസ്റ്റ് സെമസ്റ്ററിൽ സെൽ ബയോളജിയിൽ മിയോസിസിനെ കുറിച്ച് പഠിച്ചായിരുന്നു അല്ലേ? മിയോസിസ് 1, മിയോസിസ് 2 അങ്ങനെ രണ്ട് സ്റ്റേജസിലായിട്ടാണ് മിയോസിസ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഇതിൽ മിയോസിസ് 1-ലാണ് ക്രോസിംഗ് ഓവർ ഈവൻറ്റ്സ് ഒക്കർ ചെയ്യുന്നത്. മിയോസിസ് 1-ൽ തന്നെയുള്ള പ്രൊഫേസ് 1-ൽ ദ ക്രോസിംഗ് ഓവർ ഒക്കേഴ്സ് ഡ്യൂറിങ് ദ പ്രൊഫേസ് 1 ഓഫ് മിയോട്ടിക് ഡിവിഷൻ 1. മിയോട്ടിക് ഡിവിഷൻ 1-ൽ പ്രൊഫേസ് 1-ൽ ആണ് നമ്മളുടെ ഈ ക്രോസിംഗ് ഓവർ ഈവൻറ്റ്സ് ഒക്കെ ചെയ്യുന്നത്. ആ ക്രോസിംഗ് ഓവർ ഈവൻറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പ്രൊഫേസ് 1-നെ പല സ്റ്റേജസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ അങ്ങനെ പല സ്റ്റേജസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ സെൽ ബയോളജിയിൽ അത് പഠിച്ചതാണ്. അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ തന്നെ ബേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ക്രോസിംഗ് ഓവർ ഈവൻറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ മെക്കാനിസം ഓഫ് ക്രോസിംഗ് ഓവർ, ഈ ക്രോസിംഗ് ഓവർ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു 4 സ്റ്റെപ്സായിട്ട് നമുക്ക് വേണമെങ്കിൽ നെയിം ചെയ്യാം. സിനാപ്സിസ്, ടെട്രാഡ് ഫോർമേഷൻ, സൈറ്റോളജിക്കൽ ക്രോസിംഗ് ഓവർ ആൻഡ് ടെർമിനലൈസേഷൻ. ഇതിൽ സിനാപ്സിസ് എന്ന് പറയുന്ന പ്രോസസ്സ്, ഇത് നമ്മൾ മിയോസിസിൽ പഠിച്ച കാര്യം തന്നെയാണ്. സിനാപ്സിസ് എന്ന് പറയുന്നത് ഡ്യൂറിങ് ദ സൈഗോട്ടിൻ സ്റ്റേജിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ലെപ്റ്റോട്ടീനിൽ ക്രൊമാറ്റിൻ ത്രെഡ്സിൻ്റെ കണ്ടൻസേഷൻ നടക്കുന്നു. അതിനുശേഷമാണ് സൈഗോട്ടിൻ സ്റ്റേജ് വരുന്നത്. ഡ്യൂറിങ് സൈഗോട്ടിൻ സ്റ്റേജ് homologous chromosomes align side by side and form bivalent by the establishment of a ladder-like structure called synaptonemal complex.
സൈഗോട്ടിൻ സ്റ്റേജിൽ പാറ്റേണലും മാറ്റേണലുമായിട്ടുള്ള homologous chromosomes, they comes together and they align side by side and form bivalent. അപ്പോൾ ഓരോ ഹോമോലോഗിലും രണ്ട് ക്രൊമാറ്റിഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ട് സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു പാറ്റേണലും ഒരു മാറ്റേണലുമായിട്ടുള്ള ഹോമോലോഗ്, രണ്ട് ഹോമോലോഗസ് ക്രോമോസോംസ് ആണ് പെയറിങ് നടക്കുന്നത്. അങ്ങനെയാണ് ബൈവാലൻ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഹോമോലോഗസ് ക്രോമോസോംസ് കംസ് ടുഗദർ ആൻഡ് അലൈൻ സൈഡ് ബൈ സൈഡ് ആൻഡ് ഫോം the synaptonymal complex. That process is known as synapsis. Then second step tetrad formation. അതായത് ഈ സിനാപ്സിസ് ഈവൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ടെട്രാഡ് ഫോർമേഷൻ നടക്കും. അതായത് ഈ ബൈവാലൻറ്റിൽ ഇൻവോൾവ് ചെയ്യുന്ന രണ്ട് ഹോമോലോഗസ് ക്രോമോസോംസിലുള്ള രണ്ട് ഹോമോലോഗിലും രണ്ട് സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഉണ്ട്. അതായത് സിന്തറ്റിക് ഫേസിൽ ഓരോ ക്രൊമാറ്റിഡ്സും അതിൻ്റെ ഡോട്ടർ ക്രൊമാറ്റിഡ്സിനെ സിന്തസൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഹോമോലോഗിനകത്ത് രണ്ട് സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ആണുള്ളത്. അപ്പോൾ ഈ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഇവിടെ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. ഡ്യൂറിങ് പാക്കറ്റിംഗ് സ്റ്റേജ് ദ ബൈവാലൻ്റ് അറ്റൈൻ 4 സ്ട്രാൻഡഡ് സ്ട്രക്ചർ. ബൈവാലൻ്റ് തന്നെ ഒരു 4 സ്ട്രാൻഡഡ് ആയിട്ടുള്ള സ്ട്രക്ചർ അറ്റൈൻ ചെയ്യുന്നു. ഇതാണ് ആ മാറ്റേണലും പാറ്റേണലുമായിട്ടുള്ള ഹോമോലോഗ്സ്. ഒരു ഹോമോലോഗസ് പെയറാണിത്. ഇതിൽ ഒരു ഹോമോലോഗിൽ തന്നെ രണ്ട് സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഉണ്ട്. ഇത് പാറ്റേണലാണെന്ന് കരുതുക. പാറ്റേണൽ രണ്ട് സിസ്റ്റർ ക്രൊമാറ്റിഡ്സ്, മാറ്റേണൽ രണ്ട് സിസ്റ്റർ ക്രൊമാറ്റിഡ്സ്. ഇത് രണ്ടും പെയർ ഫോം ചെയ്യുന്നതാണ് സിനാപ്സിസ് എന്ന് പറയുന്നത്. ആ പെയറിങ് ഇവിടെ സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് ഒന്നും ഇവിടെ കാണിച്ചിട്ടില്ല. എങ്കിലും ആ പെയർ ഫോർമേഷനാണ് നമ്മൾ സിനാപ്സിസ് എന്ന് പറയുന്നത്. സിനാപ്സിസിന് ശേഷം ഈ രണ്ട് ക്രൊമാറ്റിഡ്സും അത് ഓപ്പൺ ആകും. അപ്പോൾ അത് ടെട്രാഡ് ഫോർമേഷൻ, അതായത് നാല് ക്രൊമാറ്റിഡ്സ് വരുന്ന ഒരു സ്റ്റേജ്. അതുകൊണ്ടാണ് ടെട്രാഡ് എന്ന് പറയുന്നത്. ടെട്രാഡ് ഫോം ചെയ്യും. ദെൻ സൈറ്റോളജിക്കൽ ക്രോസിംഗ് ഓവർ. അതിനുശേഷമാണ് ക്രോസിംഗ് ഓവർ ഈവൻറ്റ് ഒക്കർ ചെയ്യുന്നത്. അതായത് റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ക്രോമോസോം സിഗ്മെൻറ്റ്സ് അറ്റ് കറസ്പോണ്ടിങ് പോയിൻറ്റ്സ് കോൾഡ് കയാസ്മ along the homologous chromosome. That is known as cytological crossing over. അപ്പോൾ ഈ ടെട്രാഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള നോൺ ഹോമോലോഗസ് ക്രൊമാറ്റിഡ്സ് തമ്മിൽ എക്സ്ചേഞ്ച് ഓഫ് ക്രോമോസോമൽ സിഗ്മെൻറ്റ്സ് ഒക്കെ ചെയ്യും. അതായത് സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് തമ്മിലല്ല, നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് തമ്മിൽ, പാറ്റേണലും മാറ്റേണലുമായിട്ടുള്ള നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. അങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്ന ആ പോയിൻറ്റ്സിനാണ് നമ്മൾ കയാസ്മ എന്ന് പറയുന്നത്. കറസ്പോണ്ടിങ് പോയിൻറ്റ്സിൽ ഓവർലാപ്പ് ചെയ്യും, അതിനാണ് കയാസ്മ എന്ന് പറയുന്നത്. ദെൻ ദ സിഗ്മെൻറ്റ്സ് വിൽ ബി എക്സ്ചേഞ്ച് ഈച്ച് അതർ. അതാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പാറ്റേണൽ സിഗ്മെൻറ്റ് അങ്ങോട്ടും മാറ്റേണൽ സിഗ്മെൻറ്റ് ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടു. ആ എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ്, അത് നടക്കുന്നു. അതാണ് ഈ മൂന്നാമത്തെ സ്റ്റെപ്പ്, സൈറ്റോളജിക്കൽ ക്രോസിംഗ് ഓവർ. ദാറ്റ് ഈസ് റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ക്രോമോസോം സിഗ്മെൻറ്റ്സ് അറ്റ് കറസ്പോണ്ടിങ് പോയിൻറ്റ്സ് എലോങ് ദ ഹോമോലോഗസ് ക്രോമോസോംസ്. അതാണ് ക്രോസിംഗ് ഓവർ ഈവൻ്റ് എന്ന് പറയുന്നത്. അതാണ്. ദെൻ ടെർമിനലൈസേഷൻ. ഇത് നമ്മൾ സൈറ്റോളജിയിൽ പഠിച്ചതാണ്. ടെർമിനലൈസേഷൻ ഇൻ ഡിപ്ലോട്ടിൻ സ്റ്റേജ്, അതായത് സൈഗോട്ടിൻ പാക്കറ്റിൻ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള ഡിപ്ലോട്ടിൻ സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും ദിസ് സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് വിൽ ഡിസപ്പിയർ ആൻഡ് ദ ഹോമോലോഗസ് ക്രോമോസോംസ് സെപ്പറേറ്റ്. കയാസ്മ ഡിസ്പ്ലേസസ് ടുവേർഡ്സ് ദ ടെർമിനൽ എൻഡ്സ് ലൈക്ക് ദ ഓപ്പണിംഗ് ഓഫ് എ സിപ്പ്. അതായത് ഈ ഡിപ്ലോട്ടിൻ സ്റ്റേജിൽ വരുമ്പോഴേക്കും ഈ ഹോമോലോഗസ് ക്രോമോസോംസ് വീണ്ടും സെപ്പറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ഈ കയാസ്മ ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ദാറ്റ് മൂവ്സ് ടുവേർഡ്സ് ദ ടെർമിനൽ എൻഡ്. ഈ കയാസ്മ ടെർമിനൽ എൻഡിലേക്ക് പോയിട്ടാണത് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് കയാസ്മ ഡിസ്പ്ലേസ് ടുവേർഡ്സ് ദ ടെർമിനൽ എൻഡ്സ് ലൈക്ക് ദ ഓപ്പണിംഗ് ഓഫ് എ സിപ്പ് എന്ന് പറയുന്നത്. ഒരു സിപ്പ് ഓപ്പൺ ചെയ്യുന്നത് പോലെ ഈ കയാസ് ഓപ്പൺ ആകുമ്പോൾ അത് മൂവ് ചെയ്യുന്നത് പോലെ ഈ കയാസ്മ ദാറ്റ് മൂവ്സ് ടുവേർഡ്സ് വൺ ഓഫ് ദ ടെർമിനൽ ആൻഡ് ദെയർ ഇറ്റ് വിൽ ബി സെപ്പറേറ്റഡ്. അപ്പം അങ്ങനെയാണ് ആ ഒരു ഡിപ്ലോട്ടിൻ സ്റ്റേജ് അല്ലെങ്കിൽ ഹോമോലോഗസ് ക്രോമോസോംസിൻ്റെ സെപ്പറേഷൻ നടക്കുമ്പോൾ ഈ കയാസ്മ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് ഈ ഒരു രീതിയിലാണ്. അതിനാണ് ടെർമിനലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെക്കാനിസം ഓഫ് ക്രോസിംഗ് ഓവർ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ 4 സ്റ്റെപ്സാണ് ഇതിനകത്ത് വരുന്നത്. സിനാപ്സിസ്, ടെട്രാഡ് ഫോർമേഷൻ, സൈറ്റോളജിക്കൽ ക്രോസിംഗ് ഓവർ, ദെൻ terminalization. Then kinds of crossing over. നമ്മൾ mechanism of crossing over നോക്കി. അടുത്തത് kinds of crossing over. There are different types of അല്ലെങ്കിൽ different kinds of crossing over depending on the number of chiasmata formed. There are 3 different types. എത്ര chiasmata ഫോം ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക്
മൂന്ന് തരത്തിലുള്ള ക്രോസിംഗ് ഓവേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യാം. അതായത് സിംഗിൾ ക്രോസിംഗ് ഓവർ, ഡബിൾ ക്രോസിംഗ് ഓവർ, ദെൻ മൾട്ടിപ്പിൾ ക്രോസിംഗ് ഓവർ. ആ പേര് തന്നെ അതിൻ്റെ മീനിങ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സിംഗിൾ ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയാസ്മ ഫോർമേഷൻ ഒക്കേഴ്സ് ഓൺലി അറ്റ് എ സിംഗിൾ ലോക്കസ്. ഒരു സിംഗിൾ പൊസിഷനിൽ മാത്രമേ കയാസ്മ ഫോം ചെയ്യുന്നുള്ളൂ. പിന്നെ ഓൺലി അറ്റ് എ സിംഗിൾ ലോക്കസ് ഇൻ എ ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോം. ഇറ്റ് റിസൾട്ട്സ് ഇൻ 2 ക്രോസ് ഓവർ ക്രോമാറ്റിഡ്സ് ആൻഡ് 2 നോൺ ക്രോസ് ഓവർ ക്രോമാറ്റിഡ്സ്. ഇപ്പോൾ ഒരു സിംഗിൾ പോയിന്റിൽ മാത്രം കയാസ്മ ഒക്കർ ചെയ്യുന്നു അല്ലെങ്കിൽ ഫോം ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു സിംഗിൾ പോയിന്റിൽ മാത്രം കയാസ്മ ഫോം ചെയ്യുന്നു. അത് രണ്ട് ക്രോസ് ഓവർ ക്രോമാറ്റിഡ്സും 2 നോൺ ക്രോസ് ഓവർ ക്രോമാറ്റിഡ്സും ഫോം ചെയ്യുന്നതിന് അത് കാരണമായി തീരുന്നു. അപ്പോൾ അതാണ് സിംഗിൾ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ഒരു സിംഗിൾ കയാസ്മേറ്റ് മാത്രം ഫോം ചെയ്തിട്ട് ക്രോസിംഗ് ഓവർ നടക്കുന്നതുകൊണ്ടാണ് സിംഗിൾ ക്രോസിംഗ് ഓവർ എന്നതിന് പറയുന്നത്. ദെൻ അടുത്തത് ഡബിൾ ക്രോസിംഗ് ഓവർ. 2 കയാസ്മേറ്റ ഈസ് ഫോംഡ് ബിറ്റ്വീൻ ഡിസ്റ്റൻ്റ്ലി ലൊക്കേറ്റഡ് 2 ലിങ്ക്ഡ് ജീൻസ്. അപ്പോൾ ഡബിൾ ക്രോസിംഗ് ഓവർ എന്ന് പറയുമ്പോഴേക്കും അവിടെ രണ്ട് കയാസ്മേറ്റ ഫോം ചെയ്യുന്നുണ്ട്. 2 പോയിൻറ്റ്സിൽ ഓവർലാപ്പിംഗ് നടക്കുന്നു. അതിനുശേഷം ക്രോമോസോമിൻ്റെ സിഗ്മെൻറ്റ്സ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു. അപ്പോൾ അതാണ് ഡബിൾ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ഈ ഡബിൾ ക്രോസിംഗ് ഓവർ തന്നെ ഇറ്റ് ക്യാൻ അഗെയിൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്സ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ക്രോമാറ്റിഡ്സ് ഇൻവോൾവ് ഇൻ ദിസ് ക്രോസിംഗ് ഓവർ. എത്ര ക്രോമാറ്റിഡ്സ് ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് വീണ്ടും ഇതിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് 2 സ്റ്റാൻഡേർഡ് ഡബിൾ ക്രോസിംഗ് ഓവർ, 3 സ്റ്റാൻഡേർഡ് ഡബിൾ ക്രോസിംഗ് ഓവർ, 4 സ്റ്റാൻഡേർഡ് ഡബിൾ ക്രോസിംഗ് ഓവർ. 2 സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് മാത്രമേ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. 3 സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 3 ക്രോമാറ്റിഡ്സ് ഇൻവോൾവ് ചെയ്യുന്നു. 4 സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 4 ഇൻവോൾവ് ചെയ്യുന്നു. പക്ഷേ ഈ 3 സ്റ്റാൻഡേർഡും 4 സ്റ്റാൻഡേർഡും സാധാരണഗതിയിൽ ഒക്കർ ചെയ്യാറില്ല. അത് വളരെ റെയറായിട്ട് മാത്രമേ അങ്ങനെ അതിനുള്ള ചാൻസസ് ഉള്ളൂ. സാധാരണഗതിയിൽ ക്രോസിംഗ് ഓവർ ഒക്കേഴ്സ് ഓൺലി ഇൻ 50% ഓഫ് ദ ക്രോമാറ്റിഡ്സ്. നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിൽ മാത്രമേ സാധാരണഗതിയിൽ എക്സ്ചേഞ്ചസ് നടക്കാറുള്ളൂ. സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിൽ എക്സ്ചേഞ്ചസ് നടക്കാറില്ല. അത് വളരെ റെയറാണ്. അതുകൊണ്ട് തന്നെ ഈ 3 സ്റ്റാൻഡേർഡും 4 സ്റ്റാൻഡേർഡും വളരെ റെയറായിട്ട് മാത്രം ഒക്കർ ചെയ്യുന്നൊരു ഇവൻ്റാണ്. നോർമലി 2 സ്റ്റാൻഡേർഡ് ഡബിൾ ക്രോസിംഗ് ഓവേഴ്സാണ് നടക്കുന്നത്. ദെൻ മൾട്ടിപ്പിൾ ക്രോസിംഗ് ഓവർ. ഇപ്പോൾ മോർ ദാൻ 2 കയാസ്മേറ്റ ആർ ഫോംഡ് ഇൻ എ ടെട്രാഡ്. ഇപ്പോൾ സാധാരണ 1 2 ആയിരിക്കില്ല, ഒരുപാട് കയാസ്മേറ്റ ഫോം ചെയ്യും. ഒരുപാട് പോയിൻറ്റ്സിൽ ഇതേപോലുള്ള ക്രോസിംഗ് ഓവേഴ്സ് നടക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ പോയിൻറ്റ്സിൽ കയാസ്മേറ്റ ഫോം ചെയ്തുകൊണ്ട് മൾട്ടിപ്പിൾ പോയിൻറ്റ്സിൽ ക്രോസിംഗ് ഓവേഴ്സ് ഒക്കർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മൾട്ടിപ്പിൾ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നു. ഇപ്പോൾ കൈൻഡ്സ് ഓഫ് ക്രോസിംഗ് ഓവർ നോക്കിക്കഴിഞ്ഞാൽ 3 ടൈപ്പാണുള്ളത്. സിംഗിൾ ക്രോസിംഗ് ഓവർ, ഡബിൾ ക്രോസിംഗ് ഓവർ ആൻഡ് മൾട്ടിപ്പിൾ ക്രോസിംഗ് ഓവർ. സിംഗിൾ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ കയാസ്മ, ഡബിൾ ക്രോസിംഗ് ഓവർ എന്ന് പറയുമ്പോൾ 2 കയാസ്മ, മൾട്ടിപ്പിൾ ക്രോസിംഗ് ഓവർ എന്ന് പറയുമ്പോൾ 2-ലധികം കയാസ്മ. ഡബിൾ ക്രോസിംഗ് ഓവറിൽ തന്നെ 3 ടൈപ്സ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ക്രോമാറ്റിഡ്സ് ഇൻവോൾവ്. ദറ്റ് ഈസ് 2 സ്റ്റാൻഡേർഡ്, 3 സ്റ്റാൻഡേർഡ് ആൻഡ് 4 സ്റ്റാൻഡേർഡ് ക്രോസിംഗ് ഓവേഴ്സ്. ദെൻ ഇത് തന്നെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ഫിഗറിൽ കൊടുത്തിട്ടുള്ളതും. ഇത് സിംഗിൾ ക്രോസിംഗ് ഓവർ, അതായത് സിംഗിൾ കയാസ്മയാണ് ഫോം ചെയ്യുന്നത്. 2 നോൺ ക്രോസ് ഓവർ ക്രോമാറ്റിഡ്സും 2 നോൺ ക്രോസ് ഓവർ ക്രോമാറ്റിഡ്സും ഫോം ചെയ്യുന്നു. ഇത് 2 കയാസ്മയാണ് ഫോം ചെയ്യുന്നത്. സിഗ്മെൻ്റ് അങ്ങനെ തന്നെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു. ഇവിടെയും സെയിം 2 ക്രോസ് ഓവർ ക്രോമാറ്റിഡ്സും 2 നോൺ ക്രോസ് ഓവർ ക്രോമാറ്റിഡ്സും. ഇത് 3 സ്റ്റാൻഡേർഡ് ഡബിൾ ക്രോസിംഗ് ഓവർ. ഇവിടെ ഒരു നോൺ ക്രോസ് ഓവർ ക്രോമാറ്റിഡും 3 ക്രോസ് ഓവർ ക്രോമാറ്റിഡ്സുമാണ് ഫോം ചെയ്യുന്നത്. കാരണം 3 ക്രോമാറ്റിഡ്സ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ. ദെൻ 4 സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോഴേക്കും 4 ക്രോമാറ്റിഡ്സും ക്രോസ് ഓവർ ക്രോമാറ്റിഡ്സ് ആയിട്ട് മാറുന്നു. പക്ഷേ ഇതെല്ലാം അങ്ങനെ റെയറായിട്ട് അങ്ങനെ ഒക്കർ ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ദെൻ ഇത് മൾട്ടിപ്പിൾ ക്രോസിംഗ് ഓവർ, മൾട്ടിപ്പിൾ പോയിൻറ്റ്സിൽ കയാസ്മേറ്റ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്രോസിംഗ് ഓവർ. പലതരത്തിലുള്ള ഫാക്ടേഴ്സും ഈ ക്രോസിംഗ് ഓവർ ഫ്രീക്വൻസിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. Distance means distance between the linked genes. If the distance is higher, the chance of crossing over will be higher. ഡിസ്റ്റൻസ് കൂടുന്തോറും ക്രോസിംഗ് ഓവർ നടക്കുന്നതിനുള്ള ടെൻഡൻസി കൂടും. അതുപോലെ ഡിസ്റ്റൻസ് കുറയും തോറും ആ ജീൻസ് ക്ലോസ്ലി പാക്ഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ക്രോസിംഗ് ഓവർ നടക്കുന്നതിനുള്ള ചാൻസസ് കുറവായിരിക്കും. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലിങ്ക്ഡ് ജീൻസ്, ദാറ്റ് ഈസ് എ ഫാക്ടർ affecting crossing over. Then age of the cell or age of the individual. Generally it decreases with increasing age. Age increase ചെയ്യുന്നതനുസരിച്ച് ഈ ക്രോസിംഗ് ഓവറിനുള്ള ടെൻഡൻസി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Then position of the gene near the centromere and telomere seldom chance for crossing over. സെൻട്രോമിയറിനടുത്തും അതേപോലെ തന്നെ ടീലോമിയറിനടുത്തും നമ്മൾ സെൽ ബയോളജി ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്.
ടിലോമിയറിനടുത്തും സെൻട്രോമിയറിനടുത്തും അവിടെ ക്രൊമാറ്റിഡ്സിൽ ക്രോസിംഗ് ഓവേഴ്സ് നടക്കുന്നതിനുള്ള അല്ലെങ്കിൽ റീകോമ്പിനേഷൻസ് ഒക്കെ ചെയ്യുന്നതിനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതായത് അവിടെ കണ്ടൻസ്ഡ് സ്റ്റേറ്റിലായിരിക്കും ക്രൊമാറ്റിഡ്സ് റിമെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ റീകോമ്പിനേഷൻ ഈവൻസിനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. ദെൻ സെക്സ്. ഇൻ മെയിൽ ഡ്രോസോഫില ആൻഡ് ഫീമെയിൽ സിൽക്ക് മോത്ത് നോ ക്രോസിംഗ് ഓവർ ഹാസ് ബീൻ റിപ്പോർട്ടഡ്. മെയിൽ ഡ്രോസോഫിലയിൽ ഒരു ക്രോമോസോം, 4th ക്രോമോസോം, അത് വളരെ ഷോർട്ട് ക്രോമോസോമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ക്രോസിംഗ് ഓവർ ഈവൻസ് വളരെ റെയറായിട്ട് മാത്രമേ നടക്കുന്നുള്ളൂ. അതേപോലെ തന്നെയാണ് ഫീമെയിൽ സിൽക്ക് മോത്തിലും ക്രോസിംഗ് ഓവർ ഈവൻസ് വളരെ ഹാസ് യെറ്റ് ബീൻ റിപ്പോർട്ടഡ്. അങ്ങനെയുള്ള ക്രോസിംഗ് ഓവേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ചില ഓർഗാനിസംസിൽ അതിൻ്റെ സെക്സും ഈ ക്രോസിംഗ് ഓവറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ടെമ്പറേച്ചർ. ഇൻ ഹയർ ടെമ്പറേച്ചർ ഫ്രീക്വൻസി ഓഫ് ക്രോസിംഗ് ഓവർ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ക്രോസിംഗ് ഓവർ നടക്കുന്നതിനുള്ള ചാൻസസ് കൂടുന്നു. റേഡിയേഷൻ. എക്സ്റേ പോലെയുള്ള ഹൈ എനർജി റേഡിയേഷൻസ്, അതിലേക്കുള്ള എക്സ്പോഷർ, ദാറ്റ് വിൽ ഇൻക്രീസ് ദ ഫ്രീക്വൻസി ഓഫ് ക്രോസിംഗ് ഓവർ നടക്കുന്നതിനുള്ള ചാൻസസ് കൂടും. അതായത് ഇതെല്ലാം ക്ലാസ്റ്റോജൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ക്രോമോസോംസിനെ കട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതേപോലുള്ള ഹൈ എനർജി റേഡിയേഷൻസിനുണ്ട്. അതുകൊണ്ട് തന്നെ ക്രോമോസോമൽ സിഗ്മെൻറ്റ്സ് ബ്രേക്ക് ചെയ്യാനും നഷ്ടപ്പെടാനും അല്ലെങ്കിൽ റീകോമ്പിനേഷൻസ് നടക്കാനും ഒക്കെയുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് ക്രോസിംഗ് ഓവർ. പലതരത്തിലുള്ള സിഗ്നിഫിക്കൻസസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇറ്റ് ബ്രിങ്സ് അബൌട്ട് ന്യൂ കോമ്പിനേഷൻസ് ആൻഡ് ദെയർ ബൈ വേരിയേഷൻസ്. പോപ്പുലേഷനിൽ വേരിയേഷൻസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഈ വൺ ഓഫ് ദ റീസൺ ഈ റീകോമ്പിനേഷൻസ് ആണ്. ഇപ്പോൾ ഈ മിയോട്ടിക് ഡിവിഷൻ്റെ സമയത്ത് നടക്കുന്ന ഈ റീകോമ്പിനേഷനിലൂടെ ന്യൂ കോമ്പിനേഷൻസ് ഉള്ള ഗാമേറ്റ്സ് ഫോം ചെയ്യുകയും ആ ഗാമേറ്റ്സ് ഫെർട്ടിലൈസ് ചെയ്യുന്നതിലൂടെ പുതിയ കോമ്പിനേഷനിലുള്ള ഇൻഡിവിജ്വൽസ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരേ പാരൻസിനുണ്ടാകുന്ന ഓഫ് സ്പ്രിങ്സ് പല ക്യാരക്ടേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്നതിന്, ഒരേ മാതാപിതാക്കൾക്കുണ്ടാകുന്ന മക്കൾ പല ക്യാരക്ടേഴ്സ് ഒരേ മാതാപിതാക്കളിൽ ഉണ്ടാകുന്ന മക്കൾക്ക് കാണപ്പെടുന്നതിന് കാരണം ഇതുതന്നെയാണ്. അപ്പോൾ ഇറ്റ് ബ്രിങ്സ് അബൌട്ട് ന്യൂ കോമ്പിനേഷൻസ് ആൻഡ് ദെയർ ബൈ വേരിയേഷൻസ്. എവിഡൻസ് ഫോർ ലീനിയർ അറേഞ്ച്മെൻറ്റ് ഓഫ് ജീൻസ്. ഇറ്റ് ആക്ട്സ് ആസ് ആൻ എവിഡൻസ്. നമ്മൾ ക്രോമോസോമൽ തിയറിയിൽ പറഞ്ഞായിരുന്നു ജീൻസ് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ലീനിയർ ഓർഡറിലാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു ക്രോമോസോമൽ തിയറിക്ക് ഒരു ബെസ്റ്റ് എവിഡൻസ് ആണ് ഈ ക്രോസിംഗ് ഓവർ ഈവൻസ്. ലീനിയറായിട്ട് തന്നെയാണ് ജീൻസ് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിനൊരു തെളിവാണത്. ദെൻ ഫൈൻഡിങ് ഫ്രീക്വൻസി ഓഫ് ക്രോസിംഗ് ഓവർ വിൽ ഹെൽപ്പ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് ജനറ്റിക് മാപ്പ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ജീൻ മാപ്പ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അവിടെ ഈ ക്രോസിംഗ് ഓവർ ഫ്രീക്വൻസിയാണ് നമ്മളുടെ ജീൻ മാപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്രോസിംഗ് ഓവർ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ ജീൻ മാപ്പിംഗ് ചെയ്യുന്നത്. ദെൻ ദിസ് റീകോമ്പിനേഷൻ ഫ്രീക്വൻസി. ദ സ്ട്രെങ്ത് ഓഫ് ലിങ്കേജ് ഡിറ്റർമൈൻസ് ദ ഫ്രീക്വൻസി ഓഫ് ക്രോസിംഗ് ഓവർ. ലിങ്കേജ് എത്രമാത്രം സ്ട്രോങ് ആണെന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും ക്രോസിംഗ് ഓവർ ഫ്രീക്വൻസി. ഇത് ലിങ്കേജ് കൂടുതൽ സ്ട്രോങ് ആണെങ്കിൽ ക്രോസിംഗ് ഓവർ ഫ്രീക്വൻസി കുറവായിരിക്കും. ലിങ്കേജ് കുറവാണെങ്കിൽ ക്രോസിംഗ് ഓവർ ഫ്രീക്വൻസി കൂടും. വെൻ കയാസ്മ ഫോംസ് ഇൻ വൺ സെൽ ബിറ്റ്വീൻ ടു ജീൻ ലോസൈ ഓൺലി ഹാഫ് ഓഫ് മിയോട്ടിക് പ്രൊഡക്ട്സ് വിൽ ബി ഓഫ് ക്രോസ് ഓവർ ടൈപ്പ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 50% ഓഫ് ക്രൊമാറ്റിഡ്സിൽ മാത്രമേ സാധാരണഗതിയിൽ ക്രോസിംഗ് ഓവേഴ്സ് ഒക്കർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 50% ക്രോസ് ഓവർ പ്രൊഡക്ട്സ് മാത്രമാണ് സാധാരണഗതിയിൽ ഫോം ചെയ്യുന്നത്. രണ്ട് ജീൻ ലോസയ്ക്കിടയിൽ കയാസ്മ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഓൺലി ഹാഫ് ഓഫ് മിയോട്ടിക് പ്രൊഡക്ട്സ് വിൽ ബി ഓഫ് ക്രോസ് ഓവർ ടൈപ്പ്. ബാക്കി 50% നോൺ ക്രോസ് ഓവർ ടൈപ്പ് ക്രൊമാറ്റിഡ്സ് ആയിരിക്കും. ഓക്കെ, സോ കയാസ്മ ഫ്രീക്വൻസി ഈസ് ട്വൈസ് ദ ഫ്രീക്വൻസി ഓഫ് ക്രോസ് ഓവർ പ്രൊഡക്ട്സ്. So it can write like this: crossover percentage is equal to half of chiasma percentage. Chiasma എത്ര എണ്ണം ഫോം ചെയ്യുന്നു അതിൻ്റെ 50% ആയിരിക്കും ക്രോസ് ഓവർ ഫ്രീക്വൻസി. രണ്ട് കയാസ്മ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്രോസിംഗ് ഓവർ ഒക്കർ ചെയ്യുന്നു. അപ്പോൾ ഒരു ക്രോസ് ഓവർ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ കയാസ്മയുടെ പകുതിയായിരിക്കും. ഹാഫ് ഓഫ് കയാസ്മ പെർസെൻറ്റേജ്, ദാറ്റ് ഈസ് ദ ക്രോസ് ഓവർ പെർസെൻറ്റേജ്. ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, ഇഫ് കയാസ്മ ഫോംസ് ബിറ്റ്വീൻ ദ ലോസൈ ഓഫ് ജീൻസ് എ ആൻഡ് ബി, രണ്ട് എ എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന രണ്ട് ജീൻസിനിടയിൽ ഫോം ചെയ്യുന്ന കയാസ്മ 30%
ആണെങ്കിൽ 30% ഓഫ് ദ ടെട്രാഡ്സിലും കയാസ്മ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 30% of the tetrads of an individual of the genotype AB, capital AB, small ab, then 15% of the gametes will be recombinant type. ഈ ഒരു ഇൻഡിവിജ്വലിൽ 30% കയാസ്മ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന പ്രൊഡക്ട്സിൽ 15% ഗാമേറ്റ്സിലും ന്യൂ കോമ്പിനേഷൻസിലുള്ള ക്രോമോസോംസ് ആയിരിക്കും. അതായത് ക്യാപിറ്റൽ എ സ്മോൾ ബി, സ്മോൾ എ ക്യാപിറ്റൽ ബി എന്നുള്ള പുതിയ കോമ്പിനേഷനിലുള്ള ക്രോമോസോംസ് ആയിരിക്കും 50% ഗാമേറ്റ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ആൻഡ് 85% വിൽ ബി പാരൻ്റൽ ടൈപ്പ്. ബാക്കിയുള്ള 85% റീകോമ്പിനേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ ആ 85% പാരൻ്റൽ ടൈപ്പ് തന്നെയായിരിക്കും. ക്യാപിറ്റൽ എ ബിയും സ്മോൾ എ ബിയും ആയിരിക്കും. അപ്പോൾ ഇവിടെ 30% കയാസ്മ ഫോം ചെയ്ത് കഴിഞ്ഞാൽ 15% ആയിരിക്കും ക്രോസ് ഓവർ ക്രൊമാറ്റിഡ്സ് ഫോം ചെയ്യുന്നത്. Therefore, the map distance between A and B would be 15 units. അതായത് ഇപ്പോൾ ഇവിടുത്തെ മാപ്പ് ഡിസ്റ്റൻസ് എ എന്ന് പറയുന്ന ജീനും ബി എന്ന് പറയുന്ന ജീനും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ക്രോമോസോമിനകത്തുള്ള അതിനുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 15 യൂണിറ്റ്സ് ആയിട്ടാണ്. 15 യൂണിറ്റ് ആയിരിക്കും അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ദ ഫ്രീക്വൻസി ഓഫ് റീകോമ്പിനേഷൻ നെവർ എക്സീഡ്സ് 50%. സാധാരണഗതിയിൽ 50%-നേക്കാൾ കൂടുതൽ ഈ ക്രോസിംഗ് ഓവർ പെർസെൻറ്റേജ് വരാറില്ല എന്നുള്ളതാണ്. ദെൻ ജീൻ മാപ്പിംഗ് നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു. ജീൻ മാപ്പിങ്ങിന് വേണ്ടിയിട്ട് ഈ ക്രോസിംഗ് ഓവർ ഈവൻറ്റ്സ് നമ്മൾക്ക് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞായിരുന്നു. ജീൻ മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ ബി ഡിഫൈൻ ലൈക്ക് ദിസ്: ജീൻ മാപ്പിംഗ് ഓർ ക്രോമോസോം മാപ്പിംഗ് ഓർ ലിങ്കേജ് മാപ്പിംഗ്. എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ഒരേ കാര്യം തന്നെയാണ്. ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് റിലേറ്റീവ് ലൊക്കേഷൻസ് ഓഫ് ജീൻസ് ഓൺ എ ക്രോമോസോം. ഇറ്റ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് റിലേറ്റീവ് ലൊക്കേഷൻസ് ഓഫ് ജീൻസ് ഓൺ എ ക്രോമോസോം. അതായത് ഒരു ക്രോമോസോമിനെ ഒരു സിംഗിൾ ലൈനായിട്ട് നമ്മൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഓരോ പോയിൻറ്റ്സ് ആയിട്ട് നമ്മൾ ജീൻസിനെയും റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഓരോ ജീൻസിൻ്റെയും റിലേറ്റീവ് ലൊക്കേഷൻ നമ്മൾ പ്ലേസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ഡയഗ്രമാറ്റിക് ആയിട്ട് നമ്മൾ ഒരു ക്രോമോസോമിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ജീൻ മാപ്പിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ജീൻ മാപ്പിംഗ് ഈസ് ഡൺ ബേസ്ഡ് ഓൺ 2 അസംഷൻസ്. 2 അസംഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ജീൻ മാപ്പിംഗ് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത്. ജീൻസ് ആർ അസ്യൂംഡ് ടു ബി ലീനിയർലി അറേഞ്ച്ഡ്. മുമ്പ് പറഞ്ഞതുപോലെ ക്രോമോസോമിൽ ലീനിയർ ആയിട്ടാണ് ജീൻസ് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു അസംഷൻ. ദെൻ അതർ വൺ ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ക്രോസിംഗ് ഓവർ ബിറ്റ്വീൻ എനി 2 ലിങ്ക്ഡ് ജീൻസ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ മെഷർ ഓഫ് ദെയർ മാപ്പ് ഡിസ്റ്റൻസ്. ദ പെർസെൻറ്റേജ് ഓഫ് ക്രോസിംഗ് ഓവർ, 2 ജീൻസിനിടയിലുള്ള ക്രോസിംഗ് ഓവർ പെർസെൻറ്റേജ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ മെഷർ. മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ 2 എ എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന ജീൻസിനിടയിലുള്ള കയാസ്മ 30% കയാസ്മ ഫോം ചെയ്ത് കഴിഞ്ഞാൽ 15% ക്രോസ് ഓവർ ക്രൊമാറ്റിഡ്സ് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ 15% ക്രോസ് ഓവർ ക്രൊമാറ്റിഡ്സ് അല്ലെങ്കിൽ ന്യൂ വെറൈറ്റി ഉള്ള ഇൻഡിവിജ്വൽസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് ആ 2 ജീൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 15 മാപ്പ് യൂണിറ്റ്സ് ആണെന്നുള്ളതാണ്. അപ്പോൾ ദ പെർസെൻറ്റേജ് ഓഫ് ക്രോസിംഗ് ഓവർ ബിറ്റ്വീൻ എനി 2 ലിങ്ക്ഡ് ജീൻസ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ മെഷർ ഓഫ് ദെയർ മാപ്പ് ഡിസ്റ്റൻസ്. ആ ക്രോസ് ഓവർ പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത്രയും തന്നെയായിരിക്കും ആ 2 ജീൻസ് തമ്മിലുള്ള മാപ്പ് ഡിസ്റ്റൻസ്. ആ ഒരു അസംഷനും കൂടി ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ക്രോമോസോം മാപ്പിംഗ് അല്ലെങ്കിൽ ജീൻ മാപ്പിംഗ് അല്ലെങ്കിൽ ലിങ്കേജ് മാപ്പിംഗ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ദ ക്രോമോസോം മാപ്പ് can also be defined as the representation of chromosome as a line on which the genes are represented by points separated by distance proportional to the amount of crossing over. The representation of chromosome as a line on which the genes are represented by points separated by distance proportional to the amount of crossing over. ഇപ്പോൾ ക്രോസിംഗ് ഓവർ പെർസെൻറ്റേജ് എത്രമാത്രമാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ ഈ പോയിൻറ്റ്സ് ഓരോന്നും ഒരു ലൈനിൽ ക്രോമോസോമിനെ ഒരു ലൈനായിട്ട് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ആ ലൈനിൽ പല പോയിൻറ്റ്സ് ആയിട്ടുകൊണ്ട് ജീൻസിനെയും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓരോ ജീൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ ക്രോസിംഗ് ഓവർ പെർസെൻറ്റേജ് വെച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ക്രോമോസോം മാപ്പിംഗ് അല്ലെങ്കിൽ ജീൻ മാപ്പിങ്ങിനെ വേണമെങ്കിൽ ഇങ്ങനെ കൂടി നമുക്ക് ഡിഫൈൻ ചെയ്യാം. സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ക്രോമോസോം ആസ് എ ലൈൻ on which the genes are represented by points separated by distance proportional to the amount of crossing over. അപ്പം അങ്ങനെയും നമുക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ ഈ ജീൻ മാപ്പിങ്ങിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ദെൻ കൺസ്ട്രക്ഷൻ ഓഫ് ജീൻ മാപ്പ് കൺസ്ട്രക്ഷനിൽ വരുന്ന സ്റ്റെപ്സ്. സാധാരണഗതിയിൽ ജീൻ മാപ്പിംഗ്
റിയലായിട്ട് ചെയ്യുമ്പോഴേക്കും ഈ രീതിയിലാണ് ചെയ്യുന്നത്. കളക്ട് ആസ് മെനി ജനറ്റിക് വേരിയൻസ് ആൻഡ് കളക്ട് പ്യുവർ ബ്രീഡിംഗ് സ്റ്റോക്സ് ഓഫ് ദീസ് വേരിയൻസ്. ഇപ്പോൾ ഒരു സ്പീഷീസിൻ്റെ ജീൻ മാപ്പിംഗ് ചെയ്യുമ്പോൾ ആ സ്പീഷീസിലുള്ള മാക്സിമം വേരിയൻസിനെയും കണ്ടെത്തും. അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന എല്ലാ പ്യുവർ ബ്രീഡിംഗ് സ്റ്റോക്സും നമ്മൾ കളക്ട് ചെയ്യും. രണ്ട് എക്സ്ട്രീംസിലുള്ള പ്യുവർ ബ്രീഡിങ്സ് ഓരോ ക്യാരക്ടറിനെയും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ മുമ്പ് ഗ്രീഗർ മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റിൽ പറയുന്നത് പോലെ ഹെട്രോസൈഗോട്സിനെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഹോമോസൈഗസ് പാരൻസിനെ മാത്രം നമ്മൾ പ്യുവർ ബ്രീഡിങ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ പ്യുവർ ബ്രീഡ്സിനെ മാത്രം നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കും. അതായത് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും കണ്ടെയ്ൻ ചെയ്യുന്ന പ്യുവർ ബ്രീഡ്സ്. മറ്റേ ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നിട്ട് ഫിനോടൈപ്പ് ടോൾ കാണിച്ചു കഴിഞ്ഞാൽ അത് പ്യുവർ എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിനകത്ത് ഡ്വാർഫിസത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അലീൽ കൂടി പ്രസൻ്റ് ആണ്. പക്ഷേ അത് എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടർ ടോളാണെന്നേ ഉള്ളൂ. അപ്പോൾ അത് പ്യുവർ ബ്രീഡ് അല്ല. പക്ഷേ ഹോമോസൈഗസ് ആയിട്ട് വരുന്നത് പ്യുവർ ബ്രീഡ്സ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ വേരിയൻസിലുമുള്ള അല്ലെങ്കിൽ ഓരോ ക്യാരക്ടറും നമ്മൾ നോക്കുമ്പോഴേക്കും അതിൽ വരുന്ന പ്യുവർ ബ്രീഡ് സ്റ്റോക്സിനെ നമ്മൾ ആദ്യമേ കളക്ട് ചെയ്യും. ദെൻ കണ്ടക്ട് ക്രോസ് ബ്രീഡിംഗ് എക്സ്പെരിമെൻറ്റ്സ് എമംഗ് ദ ഗ്യാമെറ്റിക് വേരിയൻസ് ടു ഡിറ്റർമൈൻ ദ ലിങ്കേജ് ഗ്രൂപ്പ്സ്. അത് ലിങ്കേജ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോമോസോംസ്. അതിനകത്ത് എത്ര ക്രോമോസോംസ് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പ്യുവർ ബ്രീഡ്സിനെ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ന്യൂ കോമ്പിനേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര ക്രോമോസോംസ് ഉണ്ടെന്നുള്ളത് ആദ്യമേ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ആഫ്റ്റർ സെറ്റിംഗ് അപ്പ് ദ ലിങ്കേജ് ഗ്രൂപ്പ്സ് each one of them studied separately to determine the crossover percentage between the pairs of genes. Then ക്രോമോസോംസിൻ്റെ അല്ലെങ്കിൽ ലിങ്കേജ് ഗ്രൂപ്പ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓരോ ലിങ്കേജ് ഗ്രൂപ്പ്സും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ബ്രീഡിംഗ് എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഓരോ ജീൻസിനും ഇൻ ബിറ്റ്വീൻ വരുന്ന ക്രോസ് ഓവർ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ, അതായത് രണ്ട് ക്യാരക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ബ്രീഡിങ് നടത്തുമ്പോൾ ആ ബ്രീഡിങ് എക്സ്പെരിമെൻറ്റിൽ ഉണ്ടാകുന്ന ടെസ്റ്റ് ക്രോസ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടിൽ എത്രമാത്രം പെർസെൻറ്റേജ് ന്യൂ കോമ്പിനേഷൻസ് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുന്നതിലൂടെ ആ രണ്ട് ജീൻസിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ആഫ്റ്റർ സെറ്റിംഗ് അപ്പ് ദ ലിങ്കേജ് ഗ്രൂപ്പ്സ് ഈച്ച് വൺ ഓഫ് ദം സ്റ്റഡീഡ് സെപ്പറേറ്റ്ലി to determine the crossover percentage between the pairs of genes. crossover percentage, രണ്ട് pairs of genesനിടയിലുള്ള crossover percentage, അങ്ങനെ ഓരോന്നിനെയും കണ്ടുപിടിക്കും. The unit of gene distance is an expression of the probability that crossing over occur between the genes. ഓരോ രണ്ട് ജീൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് probability that crossing over occurs, അതിനിടയിലുള്ള ക്രോസിംഗ് ഓവർ പെർസെൻറ്റേജ് എത്രയാണോ അത് തന്നെയായിരിക്കും ആ രണ്ട് ജീൻസിനിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. One unit of map distance is referred as a map unit, that is therefore equivalent to 1% crossing over. One unit of map distance, ഒരു യൂണിറ്റ് ഓഫ് മാപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു മാപ്പ് യൂണിറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു മാപ്പ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇക്വലൻറ്റ് ടു 1% ക്രോസിംഗ് ഓവർ. അപ്പോൾ 1% ക്രോസിംഗ് ഓവർ നമ്മൾ മുമ്പ് ഒരു 15%നെ കുറിച്ച് പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ 1% ക്രോസിംഗ് ഓവർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് ജീൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 മാപ്പ് യൂണിറ്റ് ആണെന്ന് പറയാം. ഈ മാപ്പ് യൂണിറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സെൻറ്റിമോർഗൻസിലാണ്. മോർഗൻസ് ഇതിനകത്ത് കൂടുതൽ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ സെൻറ്റിമോർഗൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ടെസ്റ്റ് ക്രോസ് ഈസ് ദ ഈസിയസ്റ്റ് വേ ടു ഡിറ്റക്ട് ദ ക്രോസ് ഓവർ ഗാമേറ്റ്സ് ആൻഡ് കാൽക്കുലേറ്റ് ദ ക്രോസ് ഓവർ പെർസെൻറ്റേജ്. നമ്മൾ ടെസ്റ്റ് ക്രോസസ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെയാണ്, നമ്മൾ മുമ്പ് ലിങ്കേജിനെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും അവിടെ 2 പോയിൻറ്റ് ടെസ്റ്റ് ക്രോസും 3 പോയിൻറ്റ് ടെസ്റ്റ് ക്രോസ് അല്ലെങ്കിൽ ടെസ്റ്റ് ക്രോസസിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ ന്യൂ കോമ്പിനേഷൻസ് വരുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു, പാർഷ്യൽ ലിങ്കേജും കംപ്ലീറ്റ് ലിങ്കേജിനെയും കുറിച്ച് പറഞ്ഞപ്പോൾ. അപ്പോൾ അതേപോലെ അങ്ങനെയുള്ള ടെസ്റ്റ് ക്രോസസ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ന്യൂ കോമ്പിനേഷൻസ് എത്രമാത്രമാണ് അല്ലെങ്കിൽ നോൺ പാരൻ്റൽ വെറൈറ്റീസ് എത്രമാത്രം ഫോം ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ക്രോമോസോം മാപ്പിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. ടെസ്റ്റ് ക്രോസ് ഈസ് ദ ഈസിയസ്റ്റ് വേ ടു ഡിറ്റക്ട് ദ ക്രോസ് ഓവർ ഗാമീറ്റ്സ് ആൻഡ് കാൽക്കുലേറ്റ് ദ ക്രോസ് ഓവർ പെർസെൻറ്റേജ്. ടെസ്റ്റ് ക്രോസ് ആണ് ഈസിയസ്റ്റ് വേ. ഫ്രം ദിസ് റിലേറ്റീവ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ജീൻസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഇൻ മാപ്പ് യൂണിറ്റ്സ്. ഈ ടെസ്റ്റ് ക്രോസസ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് ജീൻസ് തമ്മിലുള്ള മാപ്പ് ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഒരു എക്സാമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 3 ജീൻസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൽ എയും ബിയും രണ്ട് ജീൻസ് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് എക്സ്പെരിമെൻ്റൽ ബ്രീഡിങ് നടത്തുമ്പോൾ അതിൽ വരുന്ന ക്രോസ് ഓവർ പെർസെൻറ്റേജ്
നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്രോസ് ഓവർ പെർസെൻറ്റേജ് 5 മാപ്പ് യൂണിറ്റ്സ് ആണെന്ന് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് അതിൻ്റെ ക്രോസ് ഓവർ പെർസെൻറ്റേജ് 5 ആണ്. 5% ക്രോസ് ഓവർ അല്ലെങ്കിൽ നോൺ പാരൻ്റൽ ടൈപ്പ് ഇൻഡിവിജ്വൽസ് ടെസ്റ്റ് ക്രോസിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ രണ്ട് ജീൻസ് നമ്മുടെ ഡിസ്റ്റൻസ് 5 മാപ്പ് യൂണിറ്റ്സ് ആണെന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ എ എന്ന് പറയുന്ന ജീനും സി എന്ന് പറയുന്ന ജീനും നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ടെസ്റ്റ് ക്രോസ് കണ്ടക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്രോസ് ഓവർ പെർസെൻറ്റേജ് 3% ആണെങ്കിൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 3 മാപ്പ് യൂണിറ്റ്സ് ആണെന്ന് പറയാം. അപ്പോൾ ഇത് രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഈ 3 ജീൻസിനെ നമ്മൾ ഒരേ ലൈനിൽ അലൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് തരത്തിലുള്ള കോമ്പിനേഷൻസിനുള്ള സാധ്യതയുണ്ട്. അതായത് സിയും എയും തമ്മിൽ 3 മാപ്പ് യൂണിറ്റ്സ്, എയും ബിയും തമ്മിൽ 5 മാപ്പ് യൂണിറ്റ്സ്, ഇങ്ങനെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ എയും സിയും തമ്മിൽ 3 മാപ്പ് യൂണിറ്റ്സ്, സിയും ബിയും തമ്മിലുള്ളത് 2 മാപ്പ് യൂണിറ്റ്സ്. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിയും ബിയും തമ്മിലുള്ള ആ രണ്ട് ജീൻസിനെ കൺസിഡർ ചെയ്തുകൊണ്ട് വീണ്ടും ഒരു എക്സ്പെരിമെൻ്റൽ ബ്രീഡിംഗ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 മാപ്പ് യൂണിറ്റ്സ് ആണെന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇത് ഫൈനലൈസ് ചെയ്യാം. സി ഈസ് ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് നമുക്ക് ഫൈനലൈസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സിയും ബിയും കൺസിഡർ ചെയ്തുകൊണ്ട് എക്സ്പെരിമെൻ്റൽ ബ്രീഡിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ക്രോസ് ഓവർ പെർസെൻറ്റേജ് കിട്ടുന്നത് 8 ആണെങ്കിൽ, 8 മാപ്പ് യൂണിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ആ ജീൻസ് അലൈൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് 8 യൂണിറ്റ്സ് ആകുമ്പോൾ ഇതിൻ്റെ പുറത്ത് വരും, എന്നാൽ ടോട്ടൽ ഡിസ്റ്റൻസ് 8 യൂണിറ്റ്സ് ആകുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് കോമ്പിനേഷൻസിനും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ രണ്ട് ജീൻസും കൺസിഡർ ചെയ്തുകൊണ്ട് ഇതേപോലുള്ള ടെസ്റ്റ് ക്രോസസ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ഓരോന്നിൻ്റെയും മാപ്പ് ഡിസ്റ്റൻസസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ക്രോമോസോമൽ മാപ്പ് അല്ലെങ്കിൽ ജീൻ മാപ്പ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ അതാണ് ജീൻ മാപ്പിനെ കുറിച്ചുള്ളത്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ മെയിനായിട്ട് ക്രോസ് ഓവറിനെ കുറിച്ചും ക്രോസിംഗ് ഓവറിനെ കുറിച്ചും ജീൻ മാപ്പിങ്ങിനെ കുറിച്ചുമാണ് പറഞ്ഞത്. ക്രോസിംഗ് ഓവർ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്രോസിംഗ് ഓവർ, മെക്കാനിസം ഓഫ് ക്രോസിംഗ് ഓവർ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്രോസിംഗ് ഓവർ, ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് ക്രോസിംഗ് ഓവർ, ദെൻ ജീൻ മാപ്പിംഗ് എങ്ങനെ കൺസ്ട്രക്ഷൻ ഓഫ് ജീൻ മാപ്പ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തോടുകൂടി ഈ ഒരു ചാപ്റ്ററും നമ്മൾ എൻഡ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു.